ഹലോ, അസ്സാം വലൈക്കും. ഞാനിന്നൊരു എൻ്റെ ഒരു പഠനകാലത്തെ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ വളാഞ്ചേരി മർക്കസിൽ പഠിക്കുമ്പോഴേ വളാഞ്ചേരി മർക്കസിൽ വാഫിയിൽ PGയിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ചെറിയ അനുഭവം ഉണ്ടായി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഉസ്താദ് ഫൈസൽ വാഫി അസഹർ ഉസ്താദ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അജീർ അയ്യേ വേഗം വീട്ടിലേക്ക് പോയിക്കോ, സ്ഥാപനത്തിൽ ഇനി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്ഥാപനത്തിൽ ഇനി നിൽക്കണ്ട, അയ്യോ പോക്കോ, വീട്ടിൽ പോക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് എന്നോട് ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദ് പ്രശ്നം എന്താ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ എന്ത് ചെയ്തോ നാട്ടിലേക്ക് പോയിട്ട് ഈ സമസ്തൻ്റെ SKSSFൻ്റെ ഒക്കെ അവിടുത്തെ ഈ സമസ്തയാണെന്നുള്ള ലെറ്ററായിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഒക്കെ സംഭവം പൂർത്തം കിട്ടി. എന്താണെന്നുള്ളത് എങ്ങനെ ഉണ്ടായത്, പ്രശ്നം ഉണ്ടായത് നമുക്കറിയില്ല. എന്തായാലും പോകാൻ പറഞ്ഞു, വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാ. അപ്പോൾ തന്നെ ഈ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞു. അന്നാണെങ്കിലോ ഞങ്ങളെ സ്പോർട്സാണ്, മർക്കസ് ക്യാമ്പസിൽ സ്പോർട്സാണ്. അപ്പം ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് സ്പോർട്സ് ആയിട്ട് വൈകുന്നേരം പോയാൽ മതി ചോദിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഇവൻ്റ് ആയിട്ട് പോയാൽ മതി ചോദിച്ചു. പറ്റൂല, എപ്പോൾ പോകണം എന്നാണ്, ഈ സമയം ഇവിടുന്ന് ഇപ്പോൾ പോകണം എന്നാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി, അത്ര സ്ട്രോങ്ങിൽ പറഞ്ഞു, ഭയങ്കര സങ്കടമായി. അപ്പോൾ നാട്ടിൽ പോയിട്ട് പ്രശ്നം ചോദിക്കും, ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്താ SKSFൻ്റെ ഒപ്പും സമസ്തയാണെന്നുള്ള ഈ സമസ്തക്കാരനാന്നുള്ള ഒപ്പായിട്ട് വന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇറങ്ങണം എന്ന് പറഞ്ഞു, ഇവിടുന്ന് ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പള്ളിയിൽ നിന്ന് കോളേജിലേക്ക് പോവാണ്. കോളേജിൽ ആരുണ്ട്, അക്കീം ഉസ്താദുണ്ട്. അപ്പോൾ അക്കീം ഉസ്താദ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഉസ്താദ്, ഇനിയിപ്പോൾ മുന്നേ പറഞ്ഞേക്കണമെന്നൊക്കെ അറിയില്ല, ഇങ്ങനെ പറഞ്ഞു ഫൈസൽ ഉസ്താദ്. ആ ഉസ്താദിൻ്റെ ഭാവം അങ്ങോട്ട് മാറ്റി പറഞ്ഞേ, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇവിടെ വേണ്ട, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഉസ്താദ് അത്ര പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. സങ്കടമാവാൻ കാരണമുണ്ട്, ഭയങ്കര സങ്കടമായി. ഞാൻ അപ്പം തന്നെ ബാഗ് എടുത്ത് ഇറങ്ങിയിട്ട് ഉസ്താദിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള പറച്ചില്ല, അധികമൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടുന്ന് ഇപ്പം ഇറങ്ങണം എന്നാണ് വൈസ് ഉസ്താദിൻ്റെ. അതേ ഒരു വേറെ സ്ട്രോങ്ങിൽ എന്തായിരുന്നു, ഇപ്പം ഇറങ്ങണം, ഇവിടുന്ന് ഇപ്പം ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാനേ പാടില്ല എന്ന് പറഞ്ഞു. ചൂടായിട്ട് പറഞ്ഞു കേട്ടോ, ഈ സ്വരത്തിലൊന്നല്ല പറഞ്ഞത്. അപ്പോൾ എനിക്ക് സങ്കടമായി, ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ വല്ലാതെ സങ്കടമായി. കാരണം ഞാൻ